നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ മുൻവശമുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ പലർക്കും അറിയുന്നൊരു വിഷയമുണ്ട്. കോഴിക്കോട് സിറ്റിയിൽ ഒരു 4-5 ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രായമുള്ള ഒരു സ്ത്രീൻ്റെ ഒരു അമ്മയുടെ മാല പൊട്ടിച്ചൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വളരെ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വളരെ പിന്നെ മാനസികമായി വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ പോലീസുകാർ അതിൻ്റെ വയറ്റിൽ തന്നെയാണ് വിട്ടുകൊടുക്കില്ല. ചെറിയ ഒരു പോയിന്റ് കൂടി കിട്ടാണ്ട് ബാക്കി എന്തായാലും അവനെ പൊക്കിയിരിക്കും, ഒരു സംശയമില്ല. അതിനുവേണ്ടിയുള്ള ഓട്ടങ്ങളാണ് പോലീസുകാർ നടത്തിക്കൊണ്ടേ നിൽക്കാൻ. അപ്പോൾ ഇത് സംബന്ധിച്ച് പറയാനുള്ളത്, ഇവിടെ കോഴിക്കോട് സിറ്റിയിൽ ഇപ്പോൾ അടുത്ത് 3000 പെർമിറ്റ് കൊടുത്തപ്പോൾ ആ പെർമിറ്റ് ചുരുങ്ങിയത് ഒരു 1000 പെർമിറ്റ് കൊടുത്തതിന് ശേഷം പിന്നെ വണ്ടി എടുക്കാൻ ആളില്ല. പിന്നെ താലൂക്ക് അടിസ്ഥാനത്തിലൊക്കെ കൊടുത്തിട്ട് പല നാടുകളിൽ നിന്നും ഈ നമ്മുടെ നാട്ടിലേക്ക് ഓട്ടോ ഓട്ടാൻ വേണ്ടി വരികയാണ്. ഇവിടെ വന്ന് ജീവിക്കാനാണ്, കുടുംബം പോറ്റാനാണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നമില്ല. ഇതല്ല, പല ക്രിമിനലുകളും ഈ ഓട്ടോ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാരാണ് വന്നത് എന്താണെന്നൊന്നും അറിയില്ല. കാരണം കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാത്തു സൂക്ഷിച്ച ഒരു പേരുണ്ട് കോഴിക്കോട് സിറ്റി ഓട്ടോ ഡ്രൈവർമാർക്ക്, അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഈ ഇതാ കണ്ടോളൂ, പിന്നെ ആ മാല പൊട്ടിച്ച അവരുടെ ഞങ്ങളെ ബ്രദറാണിത്. അവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. എന്താ പറയാനുള്ളത് സംബന്ധം സംഭവിച്ചേട്ടാ പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. കഴിഞ്ഞ 3-ാം തീയതി പറഞ്ഞോളൂ. കഴിഞ്ഞ 3-ാം തീയതി എൻ്റെ സഹോദരി കായംകുളത്ത് സ്വന്തം മകൻ്റെ അടുത്ത് പോയിട്ട് മലബാർ എക്സ്പ്രസ്സിന് രാവിലെ പുലർച്ചെ ഒരു 5 മണിക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തണം. അവിടുന്ന് അവർ ബസ് കാത്ത് ഇപ്പുറം മാറി നിൽക്കുമ്പോൾ ബസ് വരാൻ താമസിച്ചത് കാരണം 3-4 പേര് കൂടി KSRTC സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്ന സമയത്ത് അവർ കൂട്ടത്തിലുണ്ടായിരുന്ന 3-4 തൊട്ടടുത്ത ചായക്കടയിൽ ചായ കുടിക്കാനായിട്ട് വരും. അപ്പോൾ ചായക്കടയുടെ മുമ്പിൽ അങ്ങനെ നിൽക്കണ്ടല്ലോ എന്നോർത്ത് ഇപ്പം മുന്നോട്ട് മാറി നിൽക്കാൻ വേണ്ടി മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു ഓട്ടോ പുറകിൽ നിന്ന് വന്നിട്ട് എങ്ങോട്ടാണെന്ന് വെച്ച് KSRTC സ്റ്റാൻഡിലേക്കാണോ അതേന്ന് വെച്ച് അവരെ സ്റ്റാൻഡിൽ കയറി പോവുക ചെയ്തു. അങ്ങനെ സ്റ്റാൻഡിൽ പോകുന്ന വഴിക്കാണ് സംഭവം നടന്നത്. അതിനുള്ള എന്തായാലും വളരെ പൈശാചികമായ ഒരു സംഭവം നടന്നത്. നമ്മൾ കോഴിക്കോട് ഉള്ള ഓട്ടോ ഡ്രൈവർമാർക്ക് വളരെ മാനസികമായിട്ട് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ഇതിനെതിരെ ശക്തമായി തന്നെ പുതിയ ഡ്രൈവർമാർ പല രൂപത്തിലാണ് വന്നത്. അവർക്കൊക്കെ ശക്തമായി തന്നെ നമ്മളിത് ആരാന്നുള്ള കണ്ടെത്താൻ വേണ്ടി പോലീസിൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ടായി നിൽക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവനെ പിടിച്ചേ പറ്റുള്ളൂ. ഇവനെ പിടിക്കേണ്ട ഉത്തരവാദിത്തം അപ്പോൾ നമ്മളിൽ കൂടിയാണ്. കാരണം നമ്മളെ തൊഴിലിനാണ് ഇത് ബാധിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, താങ്ക് യു ഓൾ.